റഷ്യയിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലുലേക്കും റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ ഒരു ജാസ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. കാരണം ഇന്ന് ആ ഒരു വിഷയം വളരെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്നുള്ള ഒരു വലിയൊരു ഹാപ്പി ന്യൂസാണ്. എല്ലാവരും കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അതായത് റഷ്യയിൽ ക്യാൻസർ വാക്സിന് കണ്ടുപിടിച്ചു എന്നുള്ളത്. കാരണം എലികളിലും അതുപോലെ തന്നെ ചില മനുഷ്യനുകളിലും കുത്തിവെച്ചിട്ടുള്ള ഈ ഒരു വാക്സിൻ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വളരെ 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 ഹാപ്പി ആയിട്ടുള്ള ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള പല മാരകമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് പൊരുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്സിനാണ് റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ റഷ്യൻ്റെ ഹെൽത്ത് അതോറിറ്റിൻ്റെ ലൈസൻസ് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ റഷ്യ ആളുകളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും ഓരോ രാജ്യത്തേക്കും. അതുപോലെ തന്നെ റഷ്യ ഒരു ഡിമാൻഡ് വെക്കുന്നതനുസരിച്ച് അതുപോലെ തന്നെ റഷ്യൻ്റെ എക്കണോമിപരമായിട്ടും അതുപോലെ തന്നെ വളരെയധികം ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് റഷ്യ എന്ന രാജ്യം. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മ നിങ്ങൾക്കറിയാം. കാരണം ഇപ്പോൾ അമേരിക്ക റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ചേരുവയൊക്കെ മറികടന്ന് റഷ്യ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ, റഷ്യ, ചൈന ബന്ധങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഫസ്റ്റ് ഓഫ് ഓൾ റഷ്യയിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹെൽത്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്പോയിൻമെന്റ് എടുത്ത് 1-2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യണം ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലെ പോലെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അന്ന് തന്നെ ഡോക്ടറിനെ കാണാൻ ഇവിടെ പറ്റില്ല. ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ ഡോക്ടർ എപ്പോഴാണുള്ളത് അപ്പോൾ 1-2 ആഴ്ചയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് റഷ്യൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾക്ക് ഉപയോഗിച്ച് ആംബുലൻസ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് ആംബുലൻസ് വരുന്നതായിരിക്കും. കാരണം നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. 103 112 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ ആംബുലൻസ് വന്നിട്ട് നിങ്ങളെ എന്താണെന്നുള്ളത് നിങ്ങൾ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയ ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് വന്ന് നിങ്ങളെ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അവർ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള മരുന്നോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ചെയ്തിട്ട് അവർ തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് പോലീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് റഷ്യൻ്റെ മെഡിക്കൽ കാർഡാണ്. അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എസ്പെഷ്യലി ഫോറിൻ സിറ്റിസന് അത് കിട്ടത്തില്ല. അത് നമുക്ക് റഷ്യൻ സിറ്റിസന് മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഫ്രീ ആണ്. ഇവിടെ ട്രീറ്റ്മെന്റ് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയാലും ഓൾമോസ്റ്റ് ട്രീറ്റ്മെന്റ് എല്ലാം റഷ്യയിൽ ഫ്രീ ആണ്. അത് റഷ്യൻ സിറ്റിസന് മാത്രമുള്ള ഒരു ആനുകൂല്യമാണ്. നിങ്ങൾക്കല്ല ഫോറിൻ സിറ്റിസനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫ്രീ സർവീസ് ആണ് തോന്നുന്നു. നിങ്ങൾ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ക്രിട്ടിക്കൽ ഇപ്പം ക്രോണിക്കൽ ഫീവർ, അതായത് പനി വന്നുകൊണ്ടേയിരിക്കുക, എപ്പോഴും പനി പോലെ തോന്നുക, അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും അതായത് നമ്മളെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വയറിളക്കം, അതുപോലെ തന്നെ എന്താ ഛർദി, പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുക, അനീമിയ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്നാലും ചില ആൾക്ക് എല്ലാവർക്കും അല്ല, അതിൽ ഒരു 90% ആളുകൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ 10% ആളുകൾക്ക് ചിലപ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായിട്ട് തണുപ്പാണ്. കഠിനമായ തണുപ്പ് എന്ന് പറഞ്ഞാൽ ജാക്കറ്റും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. വേറെ എക്സ്പെഷ്യൽ നല്ലൊരു ഫീലിംഗ്. അപ്പോൾ ഞാൻ അതിന് പേടിപ്പിക്കാനൊന്നും പറയുന്നതല്ല. ഞാൻ കുറേ വർഷങ്ങളിൽ റഷ്യയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ആയിരിക്കും. എന്തായാലും ഫസ്റ്റ് ഈ ക്ലൈമറ്റായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട്, പിന്നെ ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ. പക്ഷെ അതൊക്കെ ഒരു മാസം 2 മാസം ഒക്കെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രാജ്യവും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ക്ലൈമറ്റുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വാക്സിൻ ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവരൊരു ഡിമാൻഡ് വെച്ചിട്ട് അവർ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ റഷ്യയുടെ എക്കണോമിയൊക്കെ നല്ല ഡെവലപ്ഡ് ആവും. അതുപോലെ തന്നെ റഷ്യയിൽ ഉണ്ടാകുന്ന റഷ്യയിൽ ഇപ്പോൾ എക്കണോമിക് ക്രൈസിസ് ഒന്നും പറയാൻ പറ്റില്ല. റഷ്യന്റെ പല ഭാഗങ്ങളും മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് ഒക്കെ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റികളാണ്. ഈ മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് മാത്രം മതി. യൂറോപ്പ് മൊത്തത്തിലുള്ള അവരുടെ GDP-നേക്കാളും കൂടുതലാണ്. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റികളാണ് മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് ഒക്കെ. അപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നൊക്കെ പറഞ്ഞാൽ മോസ്കോനേക്കാളും കൂടുതൽ ഡെവലപ്ഡ് ആണെന്ന് തോന്നുന്നു. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള പല
സ്റ്റേറ്റുകളും ഒബ്ലാസ്റ്റുകളും റഷ്യയിലുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാക്സിമം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ മെഡിസിൻസും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും കൂടി നിങ്ങൾ എന്തായാലും കൈവശം വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുറിപ്പ് നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുക. എന്തൊക്കെ മെഡിസിൻ, അതായത് ജലദോഷത്തിന്റെ, അതുപോലെ തന്നെ അലർജിന്റെ, ശ്വാസം മുട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡയബറ്റിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ എല്ലാ മെഡിസിൻസും കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് ഒരു മെഡിസിൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, അത്യാവശ്യം എക്സ്പെൻസീവ് ആണെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പണീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ട എന്ന് വിചാരിക്കുന്നു. കാരണം പണിയൊക്കെ അത്യാവശ്യം നല്ല ഹാർഡ് വർക്കാണ്. വലിയൊരു ശമ്പളം വലിയ ഫസ്റ്റ് തന്നെ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇത്രയും ശമ്പളം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ സാലറിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പ്രീവിയസ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിനാൽ ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.